നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വല തുടക്കം. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. 3000-ഓളം പ്രതിഭകളാണ് കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. നിത്യവും നിൻകൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമ്മതി സദ്ഗുണങ്ങള ജീവിതം. പാനൂരിലിനി ലയലാസ്യ താളമേളങ്ങളുടെ ഉത്സവ രാവുകൾ. പാനൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൗഢോജ്വല തുടക്കം. പുലരികൾ വിരിയും പ്രതിഭകളുയരും ഭൂരിൽ. കനവുകൾ നിറയെ പുലരികൾ വിരിയും പ്രതിഭകളുയരും ഭൂരിൽ. നിറയും നിരനിരയായി കലയുടെ രാവും പകലും. നിറയും നിരനിരയായി കലയുടെ രാവും പകലും. കനവുകൾ നിറയെ പുലരികൾ വിരിയും പ്രതിഭകളുയരും ഭൂവിൽ. കനവുകൾ നിറയെ പുലരികൾ വിരിയും പ്രതിഭകളുയരും ഭൂവിൽ. KP മോഹനൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യുവജനോത്സവം എന്നൊക്കെ തന്നെ പറയാം. ആ യുവജനോത്സവത്തിലൊക്കെ തന്നെ അന്ന് പങ്കെടുത്തുകൊണ്ട് ഇവിടെ ഓടിച്ചാടി നടന്ന ആ കാലഘട്ടമാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും സ്കൂൾ യുവജനോത്സവം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഇടയിൽ ഒരു സ്നേഹബന്ധവും കലയും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് പരമാവധി പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ തന്നെ കുട്ടികളെ വളരെ ആവേശത്തോടു കൂടി മത്സര രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ അധ്യാപകർ ഞങ്ങളുടെ സ്കൂളിന് 1ാം സ്ഥാനം ലഭിക്കണം, രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് 1ാം സ്ഥാനം ലഭിക്കണം എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കലയാണ് ഏറ്റവും വലിയ ലഹരി, യാതൊരു സംശയവുമില്ല. ജീവിതമാണ് ലഹരി എന്ന് പറയുന്നത് പോലെ തന്നെ കലയാണ് ഏറ്റവും വലിയ ലഹരി. ആ ലഹരിയിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മറ്റ് ലഹരികളിൽ നിന്നൊക്കെ തന്നെ വിമുക്തമാവുകയാണ്. അതാണ് ഞങ്ങളൊക്കെ തന്നെ പറയുന്ന വായനയും. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷത വഹിച്ചു. വിസ്മയ കാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്ന 4 ദിനരാത്രങ്ങൾക്ക് പാനൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് തിരി തെളിയുകയാണ്. ഇവിടെ ഞങ്ങളെയൊക്കെ അൽഫോൺസ ടീച്ചർ സ്വാഗതം ചെയ്തപ്പോൾ പൂവിനൊപ്പം കടലാസ് അതിൻ്റെ ഇതളുകൾ പോലെ പൊതിഞ്ഞു വെച്ചതിൻ്റെ ഉള്ളിൽ ഒരു സന്ദേശം കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും സുന്ദരമാണ്, ഏറ്റവും മനോഹരമാണ്. വർത്തമാനകാലത്ത് നാം എന്തിനെക്കുറിച്ചാണോ ആശങ്കപ്പെടുന്നത് ആ ആശങ്കകളെ ദൂരീകരിക്കാൻ നമുക്കൊന്നിച്ച് പോരാടാം എന്ന് ഒരു ചെറിയ വരികളിൽ കൂടി ഒരു വലിയ ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയിലേക്കാണ് അത്. സിനി ആർട്ടിസ്റ്റ് ഗിരീഷ് നമ്പ്യാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഇപ്പോഴത്തെ വേദികളിൽ പലരും നടക്കുന്നത് ലൈക്ക് ഒരു കോമ്പറ്റീഷൻ നടക്കും, ഒരു ചെറിയൊരു മാർക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ബഹളം ഒക്കെയാണ്. ആ കാലത്ത് അതൊന്നുമില്ല. ഞാൻ പഠിച്ചത് കാരണം മുംബൈയിലാണ് പഠിച്ചു വളർന്നത്. അപ്പോൾ വലിയ കലയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ നാട്ടിൽ BMB ഹൈസ്കൂളിലായിരുന്നു തലശ്ശേരി 4 വർഷം പഠിച്ചത്. അപ്പോഴാണ് ഈ യുവജനോത്സവമൊക്കെ കാണുന്നത്. ആ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ആ കാലത്ത് മാഷന്മാരൊന്ന് കണ്ണൂരിട്ടിയാൽ കുട്ടികളെ പേടിക്കും. ഇന്ന് മാഷന്മാർ അടിച്ചാലോ കണ്ണൂരിട്ടിയാലോ പോലീസ് കേസും കോടതിയാണ് ആക്ച്വലി.
സോ അന്ന് ഞങ്ങൾക്കുള്ള ബഹുമാനം മാഷന്മാരോട് ആക്ച്വലി ഞാനിപ്പം എൻ്റെ മകളുടെ അടുത്തും കാണുന്നില്ല. മകൾ സ്കൂളിൽ പോകുമ്പോൾ പലതും പറയുമ്പോൾ ഞാൻ കലോത്സവ ലോഗോ ഡിസൈനർക്കുള്ള ഉപഹാര സമർപ്പണം KP മോഹനൻ MLA നിർവഹിച്ചു. കലോത്സവ പോസ്റ്റർ ഡിസൈനർക്കുള്ള ഉപഹാരം AEO വൈജു കേളോത്തും കലോത്സവ പ്രൊമോ വീഡിയോ സംവിധായകനുള്ള ഉപഹാര സമർപ്പണം PK പ്രവീണും നിർവഹിച്ചു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ, പാനൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ഹാജി, പാനൂർ നഗരസഭാ കൌൺസിലർമാരായ KK സുധീർ കുമാർ, M രത്നാകരൻ, കണ്ണൂർ RDD വിനോദ് കുമാർ, PTA പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, PRMHSS പ്രിൻസിപ്പൽ ഡോക്ടർ ബിഷ CM, HM ഫോറം സെക്രട്ടറി വിനോദ് P, നജീബ്, അക്കാദമിക് കൌൺസിൽ പ്രതിനിധി സുധീർ PT, KKVM HSS ചെയർപേഴ്സൺ റാനിയ അമീന, PRMHSS ചെയർപേഴ്സൺ ഫാത്തിമ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ അൽഫോൺസ PV സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിജാബായി PG നന്ദിയും പറഞ്ഞു. 10 വേദികളിലായാണ് കലോത്സവം നടക്കുന്നത്. 3000-ഓളം കലാകാരന്മാരാണ് പാനൂരിന്റെ സർഗോത്സവ വേദിയിൽ പങ്കെടുക്കുന്നത്. ഒക്ടോബർ 28-നാണ് കലോത്സവം സമാപിക്കുക. സമാപന സമ്മേളനം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സമഗ്ര ന്യൂസ് പാനൂർ.